നിങ്ങളെല്ലാവരും ഇപ്പോൾ കേൾക്കുന്നുണ്ടാവും അബാക്കസ് എന്നുള്ളത്. കേരളത്തിൽ തന്നെ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ജില്ലകളിലും അബാക്കസിന്റെ പഠനം നടക്കുന്നുണ്ട്, എക്സാമുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ഞാനൊരു അബാക്കസ് ടീച്ചറാണ്. എൻ്റെ പേര് ആസിയ. ഞാൻ ഓൺലൈനിലാണ് അബാക്കസിന്റെ പഠനം നടത്തുന്നത്. എൻ്റെ കീഴിൽ 70 കുട്ടികളോളം പഠിക്കുന്നുണ്ട്. എബ്രോഡിൽ നിന്നുള്ളവരും നമ്മുടെ നാട്ടിലുള്ളവരുമായിട്ടുള്ള കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഈ അബാക്കസ് പഠിക്കുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് എന്താണ് പ്രയോജനം കിട്ടുക? പലരും പറയണത് മാത്സ് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണെന്നാണ്. മാത്സ് ഈസി ആക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെന്റിന് അത് സഹായിക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികളിൽ കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് മൈൻഡ് കാൽക്കുലേഷൻ ഈസി ആക്കുന്നുണ്ട്. ഇപ്പോഴത്തെ കുട്ടികളിൽ ഒരുപാട് പേർക്ക് അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഒക്കെ ഒരുപാട് ടഫായി വരുന്നൊരു കാലമാണ്. കാരണം കുട്ടികളുടെ ശ്രദ്ധ റീൽസ് കാണുന്നത് പോലെ ഒന്നിൽ നിന്നും ഒന്നിലേക്ക് മാറി പൊക്കോണ്ടേയിരിക്കുന്നുണ്ട്. അബാക്കസ് പഠിക്കുന്നത് കൊണ്ട് അതിലേക്ക് ഫോക്കസ് ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ ബീഡ്സുകൾ ഒരു ഗെയിം കളിക്കുന്നത് പോലെ തന്നെ ആ ബീഡ്സുകളെ അവരുടെ കൂട്ടുകാരായി കണ്ട് അതിലൂടെ കോടികൾ വരെ നമ്മൾക്ക് ആഡ് ചെയ്യാനും സബ്സ്ട്രാക്ട് ചെയ്യാനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുമാത്രമല്ല, 8 മിനിറ്റ് കൊണ്ട് കുട്ടികൾക്ക് 100 ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള കഴിവ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അത് ആദ്യം ബേസിക്കലി 8 മിനിറ്റിലാണ് ചെയ്യുന്നതെങ്കിലും പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികൾ സെക്കൻഡുകൾ കൊണ്ട് ചെയ്തു തീർക്കുന്നുണ്ട് 100 ക്വസ്റ്റ്യൻസ്. ഇത് നമ്മുടെ കുട്ടികളിലും നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതിന് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും. ഈവൻ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകളാണെങ്കിലും ഓഫ്ലൈൻ ക്ലാസ്സുകളാണെങ്കിലും അബാക്കസിൻ്റെത് ആഴ്ചയിൽ ഒരു ദിവസമാണുള്ളത്. 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ ആ ക്ലാസ് ഉണ്ടാവും. ആ ക്ലാസ്സിൽ കറക്റ്റായിട്ട് കുട്ടികൾ പങ്കെടുക്കുകയും എല്ലാ ദിവസവും ഹോംവർക്ക് ഉണ്ട്. അത് ഒരുപാടൊന്നുമില്ല, ഒരു പേജേ ഉണ്ടാവുള്ളൂ. ആ പേജ് കറക്റ്റായിട്ട് ആ ഹോംവർക്കും ചെയ്തു പോകുന്ന കുട്ടികളിൽ നല്ല രീതിയിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അവരുടെ കോൺസെൻട്രേഷൻ വർദ്ധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ അബാക്കസ് പഠിക്കുന്നത് കൊണ്ട് കുട്ടികളിൽ സ്കാനിങ് പ്രോസസ്സിംഗ് നടക്കുന്നുണ്ട്. അതായത് നമ്മൾ പലപ്പോഴും സ്കൂളിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ളപ്പോൾ അതെങ്ങനെയാണ് ബൈഹാർട്ടായിട്ട് പഠിക്കുന്ന കുട്ടികൾ ഒരുപാട് പേരുണ്ട്. എന്നാൽ കുറച്ച് കുട്ടികൾ സ്കൂളിൽ കേൾക്കുന്ന കാര്യം മതിയാവും, അത് അവർക്ക് മെമ്മറിയിൽ നിൽക്കുന്നുണ്ടാവും. നമുക്ക് ഒരുപാട് വലിയ കാര്യങ്ങളൊക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ അതൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് നന്നായിട്ടൊന്ന് വായിച്ചു നോക്കിയിട്ട് അത് നമുക്ക് മൈൻഡിൽ സ്കാൻ ചെയ്തെടുക്കുന്നത് പോലെ അതിനെ ഓർമ്മയിലെടുത്ത് സംസാരിക്കാൻ സാധിക്കും. അത് ഒരു ദിവസം കൊണ്ട് നേടാൻ പറ്റുന്ന കാര്യമല്ല. അത് റിപ്പീറ്റഡ്ലി പ്രാക്ടീസ് ചെയ്യുന്നതനുസരിച്ച് കുട്ടികളിൽ ആ മാറ്റം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് അബാക്കസ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഓൺലൈനിലാണ് ട്യൂഷൻ നടക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിലും എല്ലാ ജില്ലകളിലും ഈ ഒരു അബാക്കസിന്റെ ട്യൂഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ അബാക്കസിന്റെ ടൂൾ ഒന്ന് പരിചയപ്പെടുത്താം. ഇതാണ് അബാക്കസിന്റെ ടൂള്. ഇതുകൊണ്ടാണ് നമ്മൾ 1 to 1 തുടങ്ങി കോഡുകൾ വരെ നമുക്കിതിൽ ആഡ് ചെയ്യാനും സബ്സ്ട്രാക്ട് ചെയ്യാനും ഒക്കെ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൂൾ വെച്ച് നമ്മുടെ കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ്, കുട്ടികൾക്ക് ഡിസിഷൻ മേക്കിങ്, അങ്ങനെ സ്പീഡായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ, ഇങ്ങനെ പല കാര്യങ്ങളും ആ കുട്ടികളിൽ നടക്കുന്നുണ്ട്. ഓൾറെഡി ഓരോ കുട്ടികളും ഈ ഒരു സ്കില്ല് പഠിച്ചു വെക്കണം എന്നുള്ളതാണ്. ഇപ്പോഴത്തെ നമ്മുടെ കുട്ടികൾക്ക് ഒരു തീരുമാനങ്ങൾ എടുക്കാൻ കഴിവില്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ കുട്ടികൾ ഈ ഒരു കാര്യത്തിലേക്ക് വരുമ്പം ഓരോ ബീറ്റ്സുകളും എങ്ങനെ സ്വയം അടുക്കി വെക്കണം, അല്ലെങ്കിൽ ഇത് എവിടുന്ന് എങ്ങോട്ടേക്ക് വിടണം എന്നുള്ള അവർ തന്നെ തീരുമാനിക്കുമ്പോൾ അവർക്ക് അവരുടെ കാര്യങ്ങളിലേക്ക് തീരുമാനത്തിലെത്താൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ കുട്ടികൾക്ക് അബാക്കസ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. താങ്ക് യു.